ഇനി നമുക്ക് നമ്മളിവിടെ പ്രൊജക്റ്റ് ചെയ്ത് വരച്ചിട്ടുണ്ട്. ഈ രണ്ട് ലൈൻ എന്ന് പറയുന്നത് ഈ ടോപ്പ് ലെവലിൻ്റെ ലൈൻസാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ട്രിം ചെയ്യാനുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ഈ ടോപ്പ് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലെവലിൽ എന്തൊക്കെ ഉൾപ്പെടും? ഈ രണ്ട് ചുമര് വരും, ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ചുമരുകളൊക്കെ ഇതിൽ ഉൾപ്പെടും. കണ്ടോ? ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ചുമരുകൾ, അതുപോലെ ഈ 60 സെൻറ്റിമീറ്ററിൻ്റെ ഈ ചുമരില്ലേ, ഇതൊക്കെ 60 സെൻറ്റിമീറ്ററിൻ്റെ ചുമരുകളാണ്. ഇതൊക്കെ 60 സെൻറ്റിമീറ്റർ ചുമരുകളാണ്. ജാലി വർക്ക്, അതുപോലെ 60 സെൻറ്റിമീറ്ററിൻ്റെ ചുമര് ജാലി വർക്ക്, ഇതൊക്കെ ഈ ടോപ്പ് ലെവൽ വരെ പെടുന്നതാണ്. ഇനി നമ്മൾ പ്ലാനിൽ നോക്കിക്കഴിഞ്ഞാൽ, അപ്പോൾ ഈ രണ്ട് ചുമരാണ് ഈ കാണുന്ന ഈ രണ്ട് ചുമര്, ബേസ്മെൻറ്റിൽ നിന്നും ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്ന ഈ രണ്ട് ചുമരുകൾ, അത് ഈ ടോപ്പ് ലെവൽ വരെ കാണും. അതായത് ഈ ഒരു ഏരിയ ഇവിടുന്ന് ഇവിടം വരെ നമ്മളിവിടെ കാണും. ഈ ഒരു ചുമര് വരെ ഇവിടെ കാണും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഈ എൻട്രൻസ്, നമ്മൾ ഈ വരച്ച ഡോറില്ലേ, ഈ ഡോറും അതേപോലെ തന്നെ ഈ ഡോറും, ഈ രണ്ട് ഡോറും നമുക്ക് ടോപ്പ് ലെവൽ വരെ ആവശ്യമുണ്ട്. അതായത് ഇതിൻ്റെ ഈ പാരപ്പറ്റ് കണ്ടില്ലേ, പാരപ്പറ്റിലേക്കുള്ള എൻട്രൻസ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഡോറാണ്. അതായത് ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങോട്ടൊരു ഡോറുണ്ടാവും, അതുപോലെ ഇവിടുന്ന് ഇങ്ങോട്ടും ഒരു ഡോറുണ്ടാവും. അതേപോലെ തന്നെ നെക്സ്റ്റ് ഫ്ലോറിലും ഇങ്ങോട്ടും ഒരു ഡോറുണ്ടാവും, അതുപോലെ ഇവിടേക്കുള്ള ഈ ഫ്ലാറ്റിലേക്കും ഒരു ഡോറുണ്ടാവും. പിന്നെ തേർഡിൽ എത്തിക്കഴിഞ്ഞാൽ ഇങ്ങോട്ടും ഡോറുണ്ടാവും, അതുപോലെ തന്നെ ഇവിടേക്കും ഡോറുണ്ടാവും. പിന്നെ ഇവിടുന്ന് കയറിപ്പോയാൽ അതുപോലെ ഇവിടെയും അതെ, ഇവിടേക്കും ഇങ്ങോട്ടും നമ്മൾ ഡോർ വെച്ചിട്ടുണ്ടാവും. അതായത് ഇങ്ങോട്ടുള്ള ഡോറ്, ഇങ്ങോട്ടുള്ള എന്താ പറയുക, പാരപ്പറ്റിലേക്ക് ടെറസിലേക്ക് രണ്ട് എൻട്രൻസ് ഉണ്ടാവും. ഇവിടുന്നും എൻട്രൻസ് ഉണ്ടാവും ടെറസിലേക്ക്. അതായത് ഈ രണ്ട് ഈ എല്ലാ നിലയിലുള്ള ഈ ലെഫ്റ്റിലും റൈറ്റിലുമുള്ള ഈ രണ്ട് ഡോർസ് നമ്മുടെ പ്ലാനിൽ കണ്ടില്ലേ, ലെഫ്റ്റിലും റൈറ്റിലും ഡോറുണ്ട്. ഈ രണ്ട് ഡോറും ഏറ്റവും മുകളിൽ വരെ വേണം, ടോപ്പ് ലെവൽ വരെ വേണം. എന്നാലേ നമുക്ക് ടെറസിലേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. ഡോറല്ലേ, ഡോറിൽ കൂടെ നമുക്ക് ടെറസിലേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ രണ്ട് ഡോറുകളും നമുക്ക് ഈ ടോപ്പ് ലെവൽ വരെ ആവശ്യമുണ്ട്. അപ്പോൾ ഈ ഡോറ് ഉൾപ്പെടുന്ന വരെ നമുക്ക് ഈ ടോപ്പ് ലെവൽ വരെ ആവശ്യമുണ്ട്. ഇവിടെ വരെ ടോപ്പ് ലെവലിൽ ആവശ്യമുണ്ട്. അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് ട്രിം ചെയ്ത് കളയാം. ഈ ചുമര് വരെയാണ് ആവശ്യം വരുന്നത്, ബാക്കിയുള്ളത് നമുക്ക് ട്രിം ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് ട്രിം കമാൻഡ് എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇത് വരുന്നത് ട്രിം ചെയ്ത് കളയാം. ഇതിങ്ങനെ വരും. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ചുമര് കൊടുത്തിട്ടാണ് ജാലി വർക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 23 സെൻറ്റിമീറ്റർ അല്ലേ ചുമര് വരും. നമുക്ക് ഓഫ്സെറ്റ് 23 കൊടുത്താൽ ഇങ്ങനെ വരും. പിന്നെ ഈ ജാലി വർക്ക് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കാണിച്ചാൽ മതി. ഇത് ചെറിയൊരു മോഡിഫിക്കേഷൻ ചെയ്താൽ മതി. അങ്ങനെ കൊടുത്താൽ മതി. അപ്പോൾ നമുക്കൊന്നുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അതായത് ഇത് ചുമരാണ്, ചുമരിൻ്റെ ഉള്ളിൽ നമ്മൾ ഇത് കമ്പി ഗ്രില്ലിട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ചുമര് നമ്മളിവിടെ കാണിക്കണം. ഈ ഒരു ചുമര് ഗ്രൗണ്ട് ഫ്ലോറിൽ മാത്രമേ ഇല്ലാത്തുള്ളൂ, ബാക്കി എല്ലാം മുകളിലുള്ള നിലയിൽ ഉണ്ടാവും.
അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഈ ചുമരിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചുമര് 60 സെൻറ്റിമീറ്റർ ഹൈറ്റിലേക്ക് കൊടുക്കുന്നുള്ളൂ. 60 സെൻറ്റിമീറ്റർ ഹൈറ്റ് കൊടുത്തിട്ട് നമ്മൾ അവിടെ ഗ്രില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാ ഇതുപോലെ നമ്മൾ 60 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ ഈ ചുമര് കൊടുത്തിട്ട് നമ്മൾ ഗ്രില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ സെക്ഷൻ ലൈൻ കട്ട് ചെയ്യുമ്പോൾ അപ്പോൾ ഈ ചുമര് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതും കൂടി നമ്മളിതിൽ കാണിക്കണം. അപ്പോൾ അത് വരുന്നത് ഇവിടെ ഓഫ്സെറ്റ് 23. ഇതേപോലെ സെയിം തന്നെ നമുക്ക് ഇവിടെ വരയ്ക്കാം. പിന്നെ ഒരു ലൈൻ എടുത്തിട്ട് നമുക്ക് വരച്ച് കൊടുക്കാം. ഓഫ്സെറ്റ് ഒരു 2 സെൻറ്റിമീറ്റർ തിക്നെസ്സിലൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ ഗ്രില്ലിട്ടത്, അത് കൊടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഇത് പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്കിത് പ്രൊജക്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ചുമര് വരുന്നത്. 23 സെൻറ്റിമീറ്ററിൻ്റെ ചുമര് വരുന്നുണ്ട്. ട്രിം ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ ഇനി ഇതൊരു കോർണറാണ്. ഈ കോർണർ നമ്മൾ കാണുന്നതാണ്. അതിവിടെ ഇരിക്കട്ടെ. ഈ ഒരു കോർണർ ഇതിപ്പോൾ നമ്മൾ ഇത് പ്രൊജക്റ്റ് ചെയ്ത ഈ കോർണർ പ്രൊജക്റ്റ് ചെയ്താണ് ഈ സിംഗിൾ ലൈൻ. അതിപ്പോൾ അവിടെ ഇരിക്കട്ടെ. നമുക്ക് ആദ്യം ഈ ടോപ്പ് ലെവലുകൾ ഒന്ന് ശരിയാക്കാം. ഇനി നെക്സ്റ്റ് ഉള്ളത് ഇനിയിപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇത് അടുത്ത ചുമരാണ്. ഇത് ആ ടോപ്പ് ലെവലാണ്. ഇതാണ് ടോപ്പ് ലെവൽ. ടോപ്പ് ലെവലാണോ പാരപ്പറ്റ് ലെവലാണോ എന്നുള്ളത് നോക്കണം. നമുക്ക് ഓർത്ത് ഓണാക്കിയിട്ട് നോക്കാം. ഇത് പാരപ്പറ്റിൻ്റെ ലെവലാണ്. ടോപ്പ് ലെവൽ നമുക്ക് ഇപ്പോൾ തൽക്കാലം ഡിലീറ്റ് ചെയ്ത് കൊടുക്കാം. ടോപ്പ് ലെവൽ ഡിലീറ്റ് ചെയ്തോളൂ. ടോപ്പ് ലെവൽ ഇപ്പോൾ വേണ്ട. പാരപ്പറ്റ് ലെവൽ അവിടെ തന്നെ ഇരുന്നോട്ടെ. അപ്പോൾ നമുക്ക് പാരപ്പറ്റ് ലെവൽ കിട്ടി. ഇനി പാരപ്പറ്റ് ലെവൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ മുകളിലേക്കുള്ളതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയാം. അതായത് ബാക്കിയുള്ള ഇത്രയും ഭാഗം ഇവിടെ വരെ ഉണ്ടാവുന്നുള്ളൂ. ഇതിൻ്റെ മുകളിലേക്കില്ലല്ലോ, പാരപ്പറ്റ് ലെവൽ വരെ ഉള്ളൂ. നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. ഇത് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. അപ്പോൾ ഇത്രയും ഭാഗം ക്ലിയർ ചെയ്യുന്നു വിചാരിക്കുന്നു. അതായത് ഈ ഒരു പോർഷനാണ് ഈ ഒരു ടോപ്പ് ലെവൽ വരെ വരുന്നതും പിന്നെ ഇത് ഇങ്ങോട്ട് ഇറങ്ങിയിട്ട്, അതായത് പിന്നെയുള്ള ബാക്കിയുള്ള നമ്മൾ ഇങ്ങോട്ട് നോക്കുമ്പോൾ ബാക്കിയുള്ള ഈ ഭാഗങ്ങളൊക്കെ താന്നാണ് കിടക്കുന്നത്. അതായത് പാരപ്പറ്റിൻ്റെ ലെവലിലാണ് വരുന്നത്. അപ്പോൾ ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതായത് ഇങ്ങനെ വരുമ്പോൾ ഈ കാണുന്ന ഈ ഭാഗം ഇവിടുന്ന് ഇങ്ങോട്ടാണ് നോക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡോറ് വരെ ഇവിടുന്ന് ഈ ഒരു ഭാഗത്തു നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ ഡോറ് വരെയുള്ളത് നമ്മൾ ടോപ്പ് ലെവലിലാണ് കാണുന്നത്. ബാക്കി ഈ ഒരു ഏരിയ ഇതൊക്കെ ഫ്ലാറ്റിൻ്റെ ഉള്ളിൽ ഫ്ലാറ്റിൻ്റെ ഏരിയ ആണ്. ആ ഫ്ലാറ്റിൻ്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റീരിയറിൽ വരുന്നതാണ്. ഈ ഫ്ലാറ്റിൻ്റെ ഈ ഇൻറ്റീരിയർ ഏരിയ ഫുള്ളും പാരപ്പറ്റിൻ്റെ ലെവലിൽ വരെയാണ് കാണുന്നത്. ഇത് കണ്ടോ, ഈ ഡോറ് വരെയുള്ളതാണ് നമ്മൾ എക്സ്റ്റീരിയർ ഏരിയ എന്ന് പറയും. കയറി ചെന്നിട്ടുള്ള എക്സ്റ്റീരിയർ ഏരിയ, ഡോറ് വരെയുള്ളതാണ് എക്സ്റ്റീരിയർ ഏരിയ. ആ ഡോറ് വരെയുള്ള പോർഷൻ മുകളിൽ വരെ ഉണ്ടാവും. അപ്പോൾ ഡോർ എപ്പോഴും നമ്മൾ ഈ 3 നിലയിൽ കൊടുത്തിട്ട് നമ്മൾ ഇവിടേക്കും നമ്മൾ ഡോർ പ്രൊവൈഡ് ചെയ്യും. എന്നാലേ നമുക്ക് പാരപ്പറ്റിലേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഡോർ എപ്പോഴും അപ്പോൾ ഇവിടെ നമ്മൾ ഡോറ് ടോപ്പ് ലെവൽ വരെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും നമ്മൾ വരച്ചു വെച്ചു. ഇനി നെക്സ്റ്റ് നമുക്ക് കൊടുക്കാനുള്ളത് നമ്മൾ ഓരോ ഫ്ലോർ ലെവലുകളും നമ്മളിതിലേക്ക് കാണിക്കണം. അപ്പോൾ നമുക്ക് അറിയാം ഓരോ ഫ്ലോർ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 280 സെൻറ്റിമീറ്റർ ആണ് ഓരോ ഫ്ലോർ ലെവലും വരുന്നത്. അപ്പോൾ നമുക്ക് ഓഫ്സെറ്റ് 280 കൊടുക്കാം. ഇത് ഫസ്റ്റ് ഫ്ലോറ്, സെക്കൻഡ് ഫ്ലോർ ഇവിടെ
ഇത് ഗ്രൗണ്ട് ഫ്ലോർ, ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ അങ്ങനെ വരും. ഇവിടെയാണ് ഓരോ ലെവലും വരുന്നത്. പിന്നെ നമ്മൾ 10 സെൻറ്റിമീറ്ററിൻ്റെ സ്ലാബ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓരോ നിലയിലും. അത് നമ്മൾ മുകളിലേക്കല്ല താഴത്തേക്ക് കാണിക്കുക, താഴത്തേക്ക് ഓഫ്സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ നോക്കിയാൽ കാണാം, ഇവിടെ നിന്നും ഇവിടെ വരെയുള്ളതാണ് ഫ്ലോർ ഹൈറ്റ്. അതായത് ഈ ഒരു നിലയുടെ ഫ്ലോറാണല്ലോ ഇത്, അതുപോലെ അതിൻ്റെ മുകളിലുള്ള നിലയുടെ ഫ്ലോറാണ് ഇതും. അപ്പോൾ ഇതാണ് ഫ്ലോർ ഹൈറ്റ് 280 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒന്നാമത്തെ നിലയിൽ വരുമ്പോൾ ഇവിടുന്നും ഒന്നാമത്തെ നിലയുടെ ഫ്ലോറും, അതുപോലെ ഈ രണ്ടാമത്തെ നിലയുടെ ഫ്ലോറാണ് ഇത് അടുത്ത ഫ്ലോർ ഹൈറ്റ് 280 സെൻറ്റിമീറ്റർ. ഇനി ഇവിടെ നിന്നും ഇവിടെ വരെയാണെന്നുണ്ടെങ്കിൽ അതിനെ സീലിംഗ് ഹൈറ്റ് എന്ന് വിളിക്കുന്നത്. സീലിംഗ് എന്ന് പറഞ്ഞാൽ തട്ട്, മേൽ തട്ട്, അവിടെ വരെയുള്ള ഹൈറ്റാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഫ്ലോർ ഹൈറ്റാണ് നോക്കുന്നത്. ഫ്ലോർ ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു നിലയുടെ ഫ്ലോറിൽ നിന്നും മുകളിലുള്ള നിലയുടെ ഫ്ലോർ വരെയുള്ള ഹൈറ്റ്, ഫ്ലോർ ഹൈറ്റ് 280 സെൻറ്റിമീറ്റർ. ഇനി ഇത് ഇവിടേക്ക് നമ്മൾ പ്രൊജക്റ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് എക്സ്റ്റെൻഡ് കമാൻഡ് കൊടുത്തിട്ട് നമുക്കിത് ഇങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഈ 2 ഫ്ലോർ ലെവൽ നമുക്ക് പ്രൊജക്റ്റ് ചെയ്താൽ മതി. ഈ 2 ഫ്ലോർ ലെവലും പ്രൊജക്റ്റ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ലിൻഡൽ ലെവലും കൊടുക്കണം. അപ്പോൾ നമുക്ക് ഹോറിസോണ്ടൽ ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ ലൈൻ എടുത്ത് വരച്ചാലും മതി. ലിൻഡൽ ലെവലും പ്രൊജക്റ്റ് ചെയ്ത് കൊടുക്കാം. ലിൻഡൽ ലെവലും പ്രൊജക്റ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ലിൻഡൽ ലെവലാണ് ഈ വൈറ്റിൽ കാണുന്നത്, റെഡ് കാണുന്നത് ഫ്ലോർ ലെവലാണ്. ഇനി ലിൻഡൽ ലെവലിലാണ് ലാൻഡിംഗ് ഹൈറ്റ് വരുന്നത്. അതായത് 210 സെൻറ്റിമീറ്റർ ലിൻഡൽ ലെവലിലാണ് ലാൻഡിങ്ങിൻ്റെ ഹൈറ്റ് വരുന്നത്. ഇനി നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഈ സ്റ്റെയർ ഇതിപ്പോൾ കണ്ടില്ലേ, ഇവിടുത്തെ ഡോറ് കഴിഞ്ഞാൽ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ വന്ന് നമ്മൾ ഇവിടെ ഈ ഡോറിൻ്റെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് ഈ സ്റ്റെപ്പ് കയറിയിട്ടാണ് ഇത്രയും ഏരിയ കഴിഞ്ഞിട്ട്, ജാലി വർക്കിൻ്റെ ഏരിയ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇത് കൂടെ കയറിയിട്ട് അടുത്ത ലെവലിൽ എത്തുന്നത്. അതായത് ഇവിടെ അപ്പ് ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈൻ എടുത്തിട്ട് ഇവിടെ വരയ്ക്കാം. ഓർത്ത് ഓഫാക്കിയിട്ട് നമുക്ക് ആരോ വരച്ച് കൊടുക്കാം. മിറർ കമാൻഡ് എടുത്തത് സെലക്ട് ചെയ്തിട്ട് അതുപോലെ empty ടെക്സ്റ്റ് കൊടുത്തിട്ട് ഇപ്പം നമുക്ക് അപ്പ് എന്ന് എഴുതാം. അതിൻ്റെ സൈസ് നമുക്കൊരു 20 ആക്കി മാറ്റാം. 20 അല്ലെങ്കിൽ 15 ആക്കാം. നമുക്കിത് സെലക്ട് ചെയ്തിട്ട് മൂവ് ചെയ്യാം. എന്നിട്ട് ഇവിടെ പ്ലേസ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ കളർ വേണമെങ്കിൽ നമുക്കിതിൽ മാറ്റി കൊടുക്കാം. അപ്പ് ഇപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതായത് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ വന്ന് ഇവിടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ മുകളിലേക്ക് കയറി പോണത് ഇവിടെ നിന്നാണ്. ഇവിടുന്ന് കയറിയിട്ട് ഇവിടെ വന്ന് ലാൻഡ് ചെയ്യും. ഇവിടെ ലാൻഡ് ചെയ്യുമ്പോൾ ഇവിടെയാണ് 60 സെൻറ്റിമീറ്റർ ഹൈറ്റ് കൊടുത്തിട്ട് ഇവിടെയാണ് ഗ്രില്ല് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇവിടെയാണ് ഓപ്പണിംഗ് ഗ്രില്ല് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് കയറിയിട്ട് ഈ ഓപ്പണിംഗ് കഴിഞ്ഞ് ഇവിടെ ലാൻഡ് ചെയ്തിട്ട് പിന്നെ ഇവിടുന്ന് തിരിഞ്ഞാണ് നമ്മൾ
അടുത്തത് സ്റ്റെപ്പ് കയറിയിട്ട് അടുത്ത ഫ്ലോറിൽ എത്തുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെയുള്ള ഈ ഡോറിൻ്റെ അടുത്ത് തന്നെ നമുക്ക് സ്റ്റെപ്സ് അപ്പിലേക്ക് കാണിക്കണം. ഇവിടെയുള്ള ഡോറ്, അതായത് ഈ ഭാഗത്തുള്ള ഡോറിൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് സ്റ്റെപ്സ് നമുക്ക് അപ്പിലേക്ക് കാണിക്കണം. അപ്പോൾ നമുക്കിവിടെ ആ സ്റ്റെപ്സ് കാണിക്കാം. അപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്കൊരു ലൈൻ എടുക്കാം. എൻ്റർ ലൈൻ കൊടുത്തിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് മുകളിലേക്ക് ആക്കുക. ഓർത്ത് ഓണാക്കി വെക്കണം. എന്നിട്ട് മുകളിലേക്ക് കൊടുക്കുക. എന്നിട്ട് 18 റൈസർ 18 ആണ്. അതുപോലെ ട്രെഡ് 25 ആണ്. അതങ്ങനെ കണ്ടിന്യൂസ്ലി നമ്മൾ കൊടുത്തു പോവുക. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് സെലക്ട് ചെയ്ത് കോപ്പി ചെയ്ത് കൊടുത്താലും മതി. കോപ്പി കൊടുത്തിട്ട് ഈ ലാസ്റ്റ് സ്റ്റെപ്പ് ചിലപ്പോൾ കുറച്ച് ഡിഫറൻസ് വരും. അത് കുഴപ്പമില്ല, നമുക്കൊന്ന് എക്സ്റ്റെൻഡ് കൊടുത്താൽ മതി. വളരെ കുറച്ച് ഡിഫറൻസ് വരുന്നുള്ളൂ. പിന്നെ ലൈൻ കമാൻഡ് എടുത്തിട്ട് നമ്മൾ ഈ ലാൻഡിങ് വരെ നമ്മൾ കൊടുക്കണം. തൽക്കാലം നമുക്ക് ഇതിങ്ങനെ ഇരിക്കട്ടെ. ഇനി നെക്സ്റ്റ് വരുന്നത് നമ്മൾ ലൈൻ കമാൻഡ് തന്നെ എടുത്തിട്ട് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഈ എൻഡ് തൊട്ടുനിന്ന് സ്റ്റാർട്ട് ചെയ്യുക. മുകളിലേക്ക് 18, ഇങ്ങോട്ട് 25, 18, 25, പിന്നെ 18 കൊടുക്കുമ്പോൾ കുറച്ചൊരു ഡിഫറൻസ് വരും. അത് കുഴപ്പമില്ല, നമുക്കത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്താൽ മതി. ചെറിയ ഡിഫറൻസ് ആയ കാരണം കുഴപ്പമില്ല. അപ്പം നമ്മൾ ഇത്ര വരച്ച് വെച്ചു. ഇനി നെക്സ്റ്റ് നമുക്കൊരു ഡൗട്ട് വരും, ഇതിൻ്റെ ലാൻഡിങ് എവിടെ വരെ വരും എന്നുള്ളൊരു ഡൗട്ട് വരും. അപ്പോൾ ലാൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എക്സൽ എൻ്റർ വി എൻ്റർ കൊടുക്കാം. ഇവിടുന്ന് ഇവിടം വരെയാണ് ലാൻഡിങ്. നമുക്കത് വേറൊരു കളറിൽ കാണിക്കാം. നമുക്കൊരു ഗ്രീൻ കളർ ഇട്ട് കാണിക്കാം. അപ്പോൾ എൻ്റർ എടുക്കുക. നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് നിർത്തിയ ഇവിടുന്ന് ഇവിടം വരെയാണ് ലാൻഡിങ് വരുന്നത്. അപ്പം നമുക്ക് ട്രിം ചെയ്ത് കൊടുക്കാം. ട്രിം ചെയ്യേണ്ടത് നമ്മൾ ഈ ലാൻഡിങ്ങിൻ്റെ പ്രൊജക്റ്റ് ചെയ്തില്ലേ, അതിൻ്റെ 4 ചുറ്റുമുള്ളത് നമ്മൾ ട്രിം ചെയ്ത് കളയാം. ഈ ഒരു ഭാഗമാണ് നമ്മുടെ ലാൻഡിങ് വരുന്നത്. നമ്മൾ ഈ കോർണർ വരച്ചില്ലേ, ഈ കോർണർ നമുക്ക് തൽക്കാലം ഒന്ന് ഡിലീറ്റ് ചെയ്ത് വയ്ക്കാം. തൽക്കാലത്തേക്ക് ഒന്ന് ഡിലീറ്റ് ചെയ്യാം. നമുക്ക് ട്രിം കമാൻഡ് എടുക്കാം. ആ കോർണർ അവിടെ ഉണ്ട്, തൽക്കാലം നമ്മളൊന്ന് ഡിലീറ്റ് ചെയ്തു എന്നുള്ളൂ. നമുക്ക് ട്രിം കമാൻഡ് എടുത്തിട്ട് ഈ എക്സ്ട്രാ ലൈനുകൾ നമുക്ക് ട്രിം ചെയ്ത് കളയാം. ഇതാ ചുമരാണ്, ജാലി വർക്ക് വരുന്ന ചുമരാണ്. അപ്പോൾ അവിടെ ഉള്ളത് നമ്മൾ ട്രിം ചെയ്ത് കളഞ്ഞു. അതുപോലെ ഫ്ലോർ ലെവൽ ഇവിടെ ആവശ്യമില്ല, ഇതൊക്കെ നമുക്ക് ട്രിം ചെയ്ത് കളയാം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും. അതുപോലെ ഈ ഒരു ഡോറ് നമുക്ക് കോപ്പി ചെയ്തിട്ട് ഈ ഒരു കോർണർ സെലക്ട് ചെയ്യുക. ഈ ഒരു ഡോറ് എല്ലാ ലിൻഡൽ ലെവലിൻ്റെ അവിടെയും കൊണ്ടുപോയിട്ട് വെച്ച് കൊടുക്കുക. എല്ലാ ഫ്ലോറിലും ഉണ്ടാവുമല്ലോ ഡോറ്, അവിടെ നമ്മൾ വെച്ച് കൊടുത്തു. ഇനി
ഓക്കെ, ഇപ്പോൾ ഇത് ഓക്കെ. ഇനി നമ്മൾ വേസ്റ്റ് സ്ലാബ് കാണിക്കണം. അപ്പോൾ നമ്മുടെ ലിൻഡൽ ലെവൽ നമുക്ക് ഇങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്യണം. ലിൻഡൽ ലെവൽസ് ചുമരിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് കൊടുക്കണം. ഫ്ലോർ ലെവൽസ് ആവശ്യമില്ല. ഫ്ലോർ ലെവൽസൊക്കെ ട്രിം ചെയ്ത് കളയുക. ലിൻഡൽ ലെവൽ മാത്രം ഇരുന്നോട്ടെ. ഇതൊക്കെ എക്സ്ട്രാ ലൈനുകളാണ്, ഇതിനി ആവശ്യമില്ല. ഈ ലൈൻസൊന്നും ഇനി ആവശ്യമില്ല. അപ്പോൾ ലിൻഡൽ ലെവൽസ് മാത്രം നമ്മൾ ഈ ചുമരിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് വരച്ചു. ബാക്കി ഫ്ലോർ ലെവൽസ് ഇങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്തൊക്കെ നമ്മൾ ട്രിം ചെയ്ത് കളഞ്ഞു. അപ്പോൾ ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടി വേണമെങ്കിൽ കാണിച്ചു തരാം. നമ്മളിവിടെ ഇങ്ങനെ സ്റ്റെയർ വരച്ച് വെച്ചു. നമ്മൾ സ്റ്റെയർ വരയ്ക്കാൻ നമുക്കറിയാലോ, ഈ ഒരു പോയിന്റ് ഇതാണ് ഡോറ് വേണമെങ്കിൽ ക്ലിയർ ആക്കാനായിട്ട് വേറൊരു കളർ കൊടുക്കാം. ഒരു യെല്ലോ കളർ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഡോറ്. അപ്പോൾ നമുക്ക് മാച്ച് പ്രോപ്പർട്ടി കൊടുക്കാം. എല്ലാ ഡോർസിനും സെയിം കളർ. ഡോർസ് എല്ലാം പ്രൊവൈഡ് കൊടുത്തിട്ടില്ല. അപ്പോൾ ഡോർ ഇവിടെയുണ്ട്. ഈ ഡോറിൻ്റെ ഈ സൈഡിൽ നമ്മൾ സ്റ്റെയർ വരച്ചിട്ട് നമ്മൾ ഇവിടെ വരെ എത്തി. ഈ മൗസ് വെച്ച് ഇവിടെ വരെ എത്തി. പിന്നെ ഇവിടെ നിന്ന് വീണ്ടും നമ്മൾ 18 എടുത്തിട്ട് 25 എടുത്തിട്ട് 18, 25 എടുത്തിട്ട് നമ്മൾ വരച്ചു. നെക്സ്റ്റ് ഫ്ലോറിലെത്തി. ഇനി ചെയ്യാനുള്ളത് ട്രിം എടുത്തിട്ട് നമ്മൾ ഈ സൈഡൊന്ന് ട്രിം ചെയ്യാം. അതുപോലെ ഈ ലൈൻ, ഇത് ലാൻഡിങ്ങിൻ്റെ ലൈനാണ്. ഡിലീറ്റ് ചെയ്യാം. ഇങ്ങനെയാണ് നിങ്ങൾക്ക് ആദ്യം കിട്ടുക. ഇങ്ങനെയായിരിക്കും ആദ്യം വരിക. ഫസ്റ്റ് തന്നെ നമുക്ക് വേണമെങ്കിൽ ഈ ഡോസ് ഒന്ന് നമുക്ക് കോപ്പി ചെയ്ത് വയ്ക്കാം. കോപ്പി കൊടുത്തിട്ട് ഡോസൊക്കെ നമ്മൾ ലിൻഡൽ ലെവൽ, ഈ വൈറ്റാണ് ലിൻഡൽ ലെവൽ, അവിടെ കൊണ്ടുപോയിട്ട് വെച്ച് കൊടുക്കുക. എല്ലാ ഡോസും വെച്ച് കൊടുക്കുക. പിന്നെ വേണമെങ്കിൽ ഈ ഒരു സ്റ്റെയർ കോപ്പി ചെയ്തിട്ട് വെച്ച് കൊടുക്കാം. കോപ്പി ചെയ്ത് വെച്ച് കൊടുക്കാം. പിന്നെ ഇത്രയും ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് നമ്മൾ ട്രിം കമാൻഡ് എടുത്തിട്ട് നമ്മുടെ ഫ്ലോർ ലെവൽസ് ഒക്കെ നമ്മൾ ട്രിം ചെയ്ത് കളയാണ്. അതായത് നമ്മുടെ ഈ സെക്കൻഡ് ഫ്ലൈറ്റിൻ്റെ ഇവിടേക്കുള്ള ഫ്ലോർ ലെവൽസൊക്കെ നമ്മൾ, ഇത് ഫസ്റ്റ് ഫ്ലൈറ്റ്, ഇത് സെക്കൻഡ് ഫ്ലൈറ്റ്, അതിൻ്റെ ഇവിടേക്കുള്ളതൊക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയാം. ഇനി നെക്സ്റ്റ് വരുന്നത് നമുക്ക് ഈ കോർണർ പ്രൊജക്റ്റ് ചെയ്ത് തൽക്കാലം ഒന്ന് ഡിലീറ്റ് ചെയ്യാം. ഈ കോർണർ എന്ന് പറയുന്നത് നമ്മളത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഇനി നെക്സ്റ്റ് നമുക്ക് ഈ ചുമരിലേക്ക് ലിൻഡൽ പ്രൊജക്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഇതേപോലെ വരും. ഇനി ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടത്, നമ്മൾ ഈ പ്ലാനിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അതായത് ഇതിപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ പോലെ കാണുമെന്ന് പറഞ്ഞില്ലേ, അതിപ്പോൾ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ മാത്രമല്ല അങ്ങനെ ഉണ്ടാവുള്ളൂ. അതിൻ്റെ മുകളിലേക്കുള്ള ലെവലിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ ചുമരും, അതുപോലെ ഇവിടെ ജാലി വർക്ക് ഉണ്ട്, ഇവിടെ ചുമര് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇവിടെ ഒരു ചുമരുള്ള കാരണം നമുക്ക് ഇങ്ങോട്ട് വന്നിട്ട് നമുക്ക് ഇങ്ങോട്ട് നോക്കാൻ പറ്റില്ല.
എന്നാൽ ഗ്രൗണ്ട് ഫ്ലോറിലാണെന്നുണ്ടെങ്കിൽ ഈ ജാലി വർക്കും ചുമരും ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ. എന്താ വെച്ചാൽ അത് ബ്ലോക്ക് ആവില്ലേ, എൻട്രൻസ് ബ്ലോക്ക് ആവില്ലേ. അപ്പോൾ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ നമ്മൾ കൊടുക്കില്ല. അപ്പോൾ ഫസ്റ്റ് ഫ്ലോർ തൊട്ടേ ഈ ചുമരും ജാലി വർക്കും ഫസ്റ്റ് ഫ്ലോർ തൊട്ടേ വരുന്നുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഫ്ലോർ മുതൽ നമ്മൾ ഈ കോർണർ കാണില്ല. എന്താ വെച്ചാൽ ഇവിടെ ചുമരുള്ള കാരണം നമുക്ക് ഈ ചുമര് കടന്ന് ഇങ്ങോട്ട് വന്ന് നോക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ ഈ ചുമര് വരെ നമ്മൾ കാണുന്നുള്ളൂ. പിന്നെ ഈ ജാലി വർക്ക് ഇവിടെ നമ്മൾ സൺഷെയ്ഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ സൺഷെയ്ഡ് നമ്മൾ ചിലപ്പോൾ ഇങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നത് കാണും. എന്നാൽ ഗ്രൗണ്ട് ഫ്ലോറിൽ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൗണ്ട് ഫ്ലോറിൽ ഈ പോർഷൻ ഫുള്ള് ഉണ്ടാവില്ല. എന്താ വെച്ചാൽ അത് എൻട്രൻസിൽ നമ്മൾ ബ്ലോക്ക് ആക്കുകയല്ലേ. അപ്പോൾ നമുക്ക് എന്താ കാണുക, അപ്പോൾ നമുക്ക് ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഈ കോർണർ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈനായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു ലൈൻ കമാൻഡ് എടുത്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരച്ചു കൊടുത്തു. അതായത് ഗ്രൗണ്ട് ഫ്ലോറിൽ ഈ ചുമരില്ല, ഞാൻ ഈ ചുമര് ട്രിം ചെയ്യാണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ ഈ ചുമരില്ല. അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിൽ ഈ ചുമരില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ചുമര് കൊടുത്താൽ അത് ബ്ലോക്ക് ആവില്ലേ, എൻട്രൻസ് ബ്ലോക്ക് ആവില്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു കോർണർ സ്ട്രെയിറ്റ് ലൈനായിട്ട് ഇവിടെ കാണാൻ സാധിക്കും. എന്നാൽ അടുത്ത ലെവലിലേക്കൊക്കെ പോകുന്തോറും അവിടെ ഈ ചുമര് വരുന്ന കാരണം നമുക്ക് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇങ്ങോട്ട് വന്ന് നോക്കാൻ നമുക്ക് സാധിക്കില്ല. അപ്പോൾ ഇവിടെ സൺഷെയ്ഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി ഓഫ്സെറ്റ് 60 എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ലൈൻ കിട്ടും. നമ്മൾ ഈ ജാലി വർക്കിൻ്റെ സൺഷെയ്ഡാണ് ഈ കൊടുക്കുന്നത്. ഇവിടെ ഈ ലിൻഡൽ ലെവൽ കാണിച്ചിട്ടില്ല. ഇത് നമുക്ക് ട്രിം ചെയ്യാം. ഇങ്ങനെ വന്നു. ഇനി ഇവിടെ ഇവിടെ ഈ ഫ്ലോർ കാണിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് എക്സൽ എൻ്റർ എച്ച് എൻ്റർ കൊടുത്തിട്ട് ഇത് ടോപ്പ് മോസ്റ്റ് ഫ്ലോറാണ്, ആ ഫ്ലോർ ലെവൽ ഇവിടെ കാണിക്കാം. നമുക്ക് ട്രിം കമാൻഡ് എടുത്തിട്ട് ട്രിം ചെയ്ത് കളയാം, ഇത് ഡിലീറ്റ് ചെയ്തും കളയാം. ഇനി നമുക്ക് ട്രിം ചെയ്യാനുള്ളത് ഈ ലിൻഡൽ ലെവൽ എന്ന് പറയുന്നത് നമ്മളിങ്ങനെ വരച്ചിടേണ്ട കാര്യമില്ല. ലിൻഡൽ നമുക്ക് പുറത്തേക്ക് കാണില്ലല്ലോ, അതുകൊണ്ട് അത് നമ്മൾ കാണിക്കേണ്ട ആവശ്യമില്ല. നമുക്കത് ഡിലീറ്റ് ചെയ്ത് കളയാം. ഇത് ക്ലിയർ ആയെന്ന് ചോദിക്കുന്നു. അതായത് ലിൻഡൽ ഇതിപ്പോൾ നമ്മൾ ഇത് വരയ്ക്കാനുള്ളൊരു സൗകര്യത്തിന് നമ്മൾ ലിൻഡൽ പ്രൊജക്റ്റ് ചെയ്തിട്ട് അങ്ങനെ കാണിച്ചു എന്നുള്ളൂ. ലിൻഡൽ ലെവൽ നമ്മൾ പുറത്തേക്ക് കാണില്ല, അതുകൊണ്ട് നമുക്കത് ഡിലീറ്റ് ചെയ്ത് കളയാം. ഇത് ഫ്ലോർ ലെവലാണ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ എന്താ ചെയ്തത്, നമ്മൾ ലിൻഡൽ ലെവൽസൊക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ലിൻഡൽ ലെവൽസ് നമുക്ക് ആവശ്യമില്ല, നമ്മളത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഇനി നെക്സ്റ്റ് വരുന്നത് ചുമരിൻ്റെ ഉള്ളിൽ വരുന്ന ലൈൻസൊക്കെ ട്രിം ചെയ്ത് കളയാം. ചുമരിൻ്റെ ഉള്ളിൽ മീൻസ് ഇങ്ങനെ വരുന്നത് ഒക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയാം. ഹോറിസോണ്ടലായിട്ട് ട്രിം ചെയ്ത് കളയാം. ഇനിയുള്ളത് നമ്മളിവിടെ വേസ്റ്റ് സ്ലാബ് കാണിക്കണം. സ്റ്റെയറിൻ്റെ താഴെ വരുന്ന വേസ്റ്റ് സ്ലാബ് REC എൻ്റർ കൊടുത്തിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് D എൻ്റർ കൊടുത്തിട്ട് 20 എൻ്റർ 20 ഇത് സെലക്ട് ചെയ്തിട്ട് നമ്മൾ കോപ്പി കൊടുത്തിട്ട് ഒരു കോർണർ സെലക്ട് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. അതുപോലെ തന്നെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. നമുക്കിത് ട്രിം ചെയ്തിട്ട് ഈ ഒരു ഭാഗം ട്രിം ചെയ്യാം. വേസ്റ്റ് സ്ലാബ് കൊടുക്കേണ്ട പർപ്പസ് എന്താ പറഞ്ഞാൽ ലാൻഡിങ്ങിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ താഴെ വേസ്റ്റ് സ്ലാബ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ ഇതേപോലെ തന്നെ
ചുമരുകളുടെ ഉള്ളിൽ വരുന്ന ഫ്ലോർ ലെവൽ. നെക്സ്റ്റ് നമ്മൾ കാണിക്കേണ്ടത് ഇതിൻ്റെ ഉള്ളിൽ വരുന്ന നമ്മൾ ട്രിം ചെയ്ത് കളഞ്ഞു. ഇത് ട്രിം ചെയ്ത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് ഒരു സ്ട്രെയിറ്റ് ലൈനുള്ളൂ. നമ്മൾ ഈ കോർണറില്ലേ, ഈ കോർണറിലത്തെ പ്ലിന്തും വോളിൻ്റെ കോർണറും പ്ലിന്തിൻ്റെ കോർണറും നമ്മൾ ഇങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്ത് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. വോളിൻ്റെ കോർണറും പ്ലിന്തിൻ്റെ കോർണറും നമ്മളിവിടേക്ക് പ്രൊജക്റ്റ് ചെയ്ത് കാണിച്ചു, അത്രയേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ഫ്ലോർ ലെവൽ വരുന്നില്ല. ഫ്ലോർ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചുമര് വരെ വരുന്നുള്ളൂ. ചുമരിൻ്റെ ഇങ്ങോട്ട് നമ്മളത് കാണിക്കണ്ട. നെക്സ്റ്റ് ട്രിം ചെയ്യാനുള്ളത് ഇപ്പോൾ ഹോറിസോണ്ടലായിട്ട് ട്രിം ചെയ്ത് കൊടുക്കുക. ഫ്ലോറ് അങ്ങനെ വരും. ഒക്കെ ട്രിം ചെയ്ത് കൊടുത്തു. ഇനി നെക്സ്റ്റ് ഉള്ളത് ഇവിടുത്തെ വെന്റിലേറ്റർ നമ്മൾ കാണിച്ചിട്ടില്ല. വെന്റിലേറ്റർ കട്ട് ചെയ്ത് നമ്മൾ കാണിച്ചിട്ടില്ല. അപ്പോൾ വെന്റിലേറ്റർ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വെന്റിലേറ്ററിൻ്റെ മീതെ നമ്മൾ ലിൻഡൽ പ്രൊവൈഡ് ചെയ്യുമല്ലോ. അപ്പോൾ ആ ഒരു സെക്ഷനും കൂടി നമ്മൾ കാണിക്കണം. ഇവിടെയാണെങ്കിൽ നമ്മൾ ലിൻഡൽ ലെവൽ കളയും ചെയ്തു. ഓക്കെ, അത് കുഴപ്പമില്ല. നമുക്ക് ഓഫ്സെറ്റ് 210 എടുത്തിട്ട് കാണിക്കാം, ലിൻഡൽ ലെവൽ കാണിക്കാം. അല്ലെങ്കിൽ ഈ ഒരു ലെവലിൽ വരച്ചാൽ മതി. ഒരു ലൈൻ എടുക്കുക. ഡോറിൻ്റെ ലെവൽ തന്നെയല്ലേ ലിൻഡലും വരിക. ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓഫ്സെറ്റ് 15 എടുക്കുക, മുകളിലേക്ക് കൊടുക്കുക. സെയിം തന്നെ നമുക്ക് കോപ്പി ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു പോയിന്റ് സെലക്ട് ചെയ്യുക, താഴത്തെ പോയിന്റ് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇത് നമ്മൾ ട്രേസ് ചെയ്തിട്ട് ഇവിടെ വെച്ച് കൊടുക്കുക. ചുമരിൻ്റെ ഉള്ളിൽ കൂടെ വരുന്നത് നമ്മൾ ഫ്ലോറായിട്ട് തന്നെ കാണിക്കണം. ഇപ്പോൾ ട്രിം ചെയ്ത് കളയാം. ഇപ്പോൾ ക്ലിയർ ആയില്ലേ? ഇതാ ഫ്ലോർ ഇങ്ങനെ വന്നു. ഇത് അടുത്ത നിലയാണ്. ഇതിങ്ങനെ ഡിസ്കണക്ട് ചെയ്ത് കാണിക്കണം. അതിന് ഹോറിസോണ്ടലായിട്ട് ട്രിം ചെയ്താൽ മതി. ഇത് അടുത്ത ഫ്ലോറ്. അതുപോലെ ഇതിൻ്റെ ഉള്ളിൽ ഈ ലൈനിങ് പ്രൊജക്റ്റ് ചെയ്ത് ഇങ്ങനെ അങ്ങോട്ട് ട്രിം ചെയ്താൽ മതി. അപ്പോൾ അത് ഡിസ്കണക്ട് ചെയ്ത് പൊക്കോളും. ഇത് അടുത്ത ഫ്ലോറ്, ഇത് അടുത്ത ഫ്ലോറായിട്ട് വരും. ഇനി ഇത്രയും വന്നു കഴിഞ്ഞ് നമ്മൾ വെന്റിലേറ്റർ കാണിക്കണം. വെന്റിലേറ്റർ കാണിക്കാൻ നമുക്കൊരു ഓഫ്സെറ്റ് 60 എപ്പോഴും വെന്റിലേറ്റർ ഉണ്ടാവുക. 60 നമ്മളിങ്ങോട്ട് കാണിച്ചു. ഇതും ഓഫ്സെറ്റ് ചെയ്ത് കാണിക്കുക. പിന്നെ നമ്മളൊരു ലൈൻ എടുത്തിട്ട് ഇതിൻ്റെ മിഡ് പോർഷനിൽ നിന്ന് ഇവിടെ വരച്ച് കൊടുത്താൽ മതി. നമുക്ക് വേണമെങ്കിൽ കോപ്പി എടുത്തിട്ട് നമ്മൾ കോപ്പി ചെയ്ത് വെച്ച് കൊടുത്താൽ മതി. ഇത് സെലക്ട് ചെയ്തിട്ട് Ctrl 1 കൊടുത്താൽ നമ്മളിവിടെ ലൈൻ ടൈപ്പിൽ ഹിഡൻ ഉണ്ടെങ്കിൽ അവിടെ ഉണ്ടാവും. ഇതിലിപ്പോൾ ഹിഡൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അത് ഇല്ല എന്നുണ്ടെങ്കിൽ LT ലൈൻ ടൈപ്പ് LT എൻ്റർ കൊടുത്തിട്ട് ലോഡ് കൊടുക്കുക. ലോഡ് കൊടുത്തിട്ട് അതിൽ ഹിഡൻ എന്ന് കാണും, ഹിഡൻ അത് ഓക്കെ കൊടുക്കുക. ഇതിപ്പോൾ ഓൾറെഡി ലോഡഡ് ആണ്. അപ്പോൾ നമുക്ക് റീലോഡ് കൊടുക്കാം. റീലോഡ് കൊടുത്തു, ഓക്കെ കൊടുത്തു. എന്നിട്ട് നമ്മൾ ഈ ലൈൻ സെലക്ട് ചെയ്തിട്ട് Ctrl 1 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ വരും. എന്നിട്ട് ഇവിടെ നമ്മൾ ലൈൻ ടൈപ്പ് കണ്ടില്ലേ, ലൈൻ ടൈപ്പിൽ പോയിട്ട് ഹിഡൻ എന്നാക്കണം. അതുപോലെ ലൈൻ ടൈപ്പ് സ്കെയിലിൽ പോയി കഴിഞ്ഞിട്ട് നമ്മളൊരു 35 കൊടുത്തിട്ട് എൻ്റർ കൊടുക്കുക. എന്നിട്ട് ഒന്ന് എസ്കേപ്പ് അടിച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കിത് ഇങ്ങനെ വരും. ഇനി അത് കാണാനില്ലെങ്കിൽ നമുക്കത് സെലക്ട് ചെയ്തിട്ട് ഒന്നുകൂടിയും Ctrl 1 കൊടുത്തിട്ട് ഈ 35 എന്നുള്ളത് ഒന്നുകൂടി കൂട്ടിയിട്ട് ഒരു 45 കൊടുത്താലും മതി. എന്നിട്ട് എസ്കേപ്പ് അടിച്ച് കൊടുക്കുക. ഇനി MA മാച്ച് പ്രോപ്പർട്ടി MA എൻ്റർ കൊടുത്തിട്ട് ഇത് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഈ ലൈൻസ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് വെന്റിലേറ്ററും ആയി. ഇനി മുകളിലത്തെ എല്ലാ സെറ്റിങ്സിനെയും നമുക്കൊന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ മുകളിലത്തെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഈ മുകളിലത്തെ സ്ലാബാണ്.
ആ മുകളിലത്തെ സ്ലാബ് നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട്. ഇനി ആ സ്ലാബിൻ്റെ പ്രൊജക്ഷൻ എത്രയായിരുന്നു? പുറത്തേക്കുള്ള പ്രൊജക്ഷൻ 45 ആണ്. അപ്പോൾ അത് അതേപോലെ തന്നെ നമ്മളിവിടെ കാണിക്കണം. ഓഫ്സെറ്റ് 45, ഫില്ലറ്റ് റേഡിയസ് 0. ഒന്നുകൂടിയും എൻ്റർ അടിച്ചു കൊടുക്കുക. അപ്പോൾ സെയിം കമാൻഡ് തന്നെ വരും. എൻ്റർ അടിച്ചു കൊടുത്തിട്ട് ഈ പുറത്ത് സെലക്ട് ചെയ്യുക. ഈ 45ൻ്റെ ഓഫ്സെറ്റ് ലൈൻ സെലക്ട് ചെയ്യുക. ഒന്നുകൂടി എൻ്റർ കൊടുക്കുക. 45ൻ്റെ ഓഫ്സെറ്റ് ലൈൻ സെലക്ട് ചെയ്യുക. പിന്നെ ഫില്ലറ്റ് സെലക്ട് ചെയ്തിട്ട് ഈ ലൈനും സെലക്ട് ചെയ്യുക. അത് ശരിയാവുന്നില്ലല്ലോ. അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്താൽ മതി. എക്സ്റ്റെൻഡ് കൊടുത്തു. എന്നിട്ട് ട്രിം ചെയ്ത് കളയാം. അപ്പോൾ ഇതിങ്ങനെ വരും. ഇത് എക്സ്ട്രാ ലൈൻ ഒന്നാണ്. അത് ഡിലീറ്റ് ചെയ്ത് കളയാം. ഇനി നെക്സ്റ്റ് ചെയ്യാനുള്ളത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സെക്ഷനല്ല വരയ്ക്കുന്നത്. അപ്പോൾ ഇവിടെ എപ്പോഴും സ്ലാബിൻ്റെ സെക്ഷൻ നമ്മൾ 10 സെൻറ്റിമീറ്റർ സ്ലാബ് ഇവിടെ കാണിക്കണം, സെക്ഷൻ കാണിക്കണം. ഇതതിൻ്റെ മുകൾ ഭാഗമേ കാണിച്ചിട്ടുള്ളൂ. ആ സ്ലാബിൻ്റെ ഉള്ളിലത്തെ സെക്ഷൻ നമ്മൾ കാണിക്കണം. അപ്പോൾ നമുക്കിവിടെ ഇങ്ങനെ കാണിക്കാം. അതായത് RCC റെയിൻഫോഴ്സ് സിമെൻറ്റ് കോൺക്രീറ്റ് സെക്ഷൻ നമ്മളിതിൽ കാണിക്കണം. അതുപോലെ ഇതും ഇവിടെയും നമ്മൾ ട്രിം ചെയ്തിട്ട് കാണിക്കണം. അപ്പോൾ ഇത് നമ്മളിവിടെ സ്ലാബിൻ്റെ സെക്ഷൻ നമ്മൾ ഇവിടെ കാണിച്ചു വെച്ചു. ഇനി നെക്സ്റ്റ് വരുന്നത് ഇത്രയും ഭാഗം ഇവിടെ ഇത് പാരപ്പറ്റാണ്. അപ്പോൾ ഈ ഒരു ചുമരെന്ന് പറയുന്നത് പാരപ്പറ്റ് വരുന്നത് ഈ ഒരു ലെവലിലാണ് പാരപ്പറ്റ് വരുന്നത്. നമുക്കൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിത് കറക്റ്റ് ആണോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. ഈ ലെവലിലാണ് പാരപ്പറ്റിൻ്റെ ടോപ്പ് വരുന്നത്. അതുപോലെ തന്നെ ഇത്രയും ഭാഗവും പാരപ്പറ്റിൽ വരുന്നത് തന്നെയാണ്. ഇവിടെ ഈ പ്രൊജക്റ്റിൽ നിൽക്കുന്ന ഭാഗവും പാരപ്പറ്റിൽ ഉൾപ്പെട്ട് തന്നെയല്ലേ. അപ്പോൾ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. എന്നിട്ട് ഈ താഴത്തെ ലെവല് ടോട്ടൽ ഫ്ലോർ ഹൈറ്റ് വരുന്നത് 840 ആണ്. അപ്പോൾ അത് സ്ലാബ് ഉൾപ്പെടെയുള്ള ഹൈറ്റ് അല്ലേ. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്ത് കൊടുക്കാം. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ എക്സ്ട്രാ ഭാഗം നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ കാണുന്ന ഈ എക്സ്ട്രാ ഭാഗം നമ്മൾ പ്രൊജക്റ്റ് ചെയ്ത് വരച്ചില്ലേ, അതും പാരപ്പറ്റിൽ വരുന്ന ഭാഗം തന്നെയല്ലേ. ടോപ്പ് ലെവൽ വരെയില്ല, പാരപ്പറ്റ് വരെ വരുന്ന ഭാഗമാണ്. അപ്പോൾ അവിടെ വരെ നമ്മൾ ഈ പാരപ്പറ്റിൻ്റെ ഇത് കാണിക്കണം. അതായത് ടോപ്പ് ഫ്ലോർ എന്ന് പറയുന്നത് ഇവിടം വരെയാണ്. അപ്പോൾ ഇവിടുന്ന് ഇവിടം വരെ പാരപ്പറ്റ്. ഇതിൻ്റെ ഉള്ളിൽ വരുന്നതൊക്കെ നമുക്ക് ട്രിം ചെയ്ത് കളയാം. ഇതൊന്നും വരുന്നില്ല. ഇനി നെക്സ്റ്റ് ഉള്ളത് ഇത്രയും നമ്മൾ ഇതിൽ വരച്ചു കൊടുക്കുക. പിന്നെ അതിൽ ഹാച്ച് ചെയ്യാനുള്ളതും ഒക്കെയാണ് വരുന്നത്. നമുക്ക് നെക്സ്റ്റ് നോക്കാം. അപ്പോൾ ഇത്രയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമുക്കിതിൽ ഹാച്ചിങ്ങും ഇതൊക്കെയാണ് നോക്കാനുള്ളത്.